ഹലോ ഗൈസ്. കുറച്ച് ലേറ്റായി പോയി നമ്മുടെ ഏപ്രിൽ മാസത്തെ അപ്ഡേറ്റ് തരാൻ വേണ്ടി. വേറെ കുറച്ച് തിരക്കൊക്കെ ആയി പോയതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാനായിട്ടുള്ള ഒരു ടൈം കിട്ടിയില്ല. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാ മന്ത് ഇടുന്ന പോലെ തന്നെ ഈ മന്തിലെയും നമ്മുടെ ഓൾ ഇൻ വൺ മാസ്റ്റർ ഇൻഡിക്കേറ്റർ നമ്മുടെ XAUSD ഗോൾഡിൽ ലാസ്റ്റ് മന്ത് എങ്ങനെ പെർഫോം ചെയ്തു എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ നമ്മുടെ ബാക്ക് ടെസ്റ്റിലോട്ട് പോവാണ്. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ 0.1 ലോട്ടിന് തുല്യമായിട്ടുള്ള രീതിയിലായിരിക്കും ഇതിൽ ബാക്ക് ടെസ്റ്റ് ഡാറ്റ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ബാക്ക് ടെസ്റ്റിലോട്ട് പോവുകയാണ്. ഓൾ ഇൻ വൺ മാസ്റ്റർ ഇൻഡിക്കേറ്റർ ഇപ്പോൾ നിലവിൽ കാണിക്കുന്ന മാർച്ച് 2 ടു മെയ് 6 വരെയുള്ള ഡാറ്റയാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. $3152 പ്രോഫിറ്റിലാണ് നിൽക്കുന്നത്. ഓക്കെ, അറൗണ്ട് ഒരു 3 ലക്ഷം രൂപയോളം പ്രോഫിറ്റിലാണ് നിൽക്കുന്നത്. പക്ഷെ നമുക്ക് ലാസ്റ്റ് മന്ത് ഏപ്രിൽ മന്ത് എങ്ങനെയായിരുന്നു നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ കസ്റ്റം ഡേറ്റ് സെലക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, മാർച്ച് 31 ടു ഏപ്രിൽ 30. അപ്പം കറക്റ്റ് ഒരു മാസത്തെ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഏപ്രിൽ മന്ത് നമുക്ക് $269 പ്രോഫിറ്റിലാണ് നിൽക്കുന്നത്. അറൗണ്ട് ഒരു 25,000 രൂപ അടുത്ത് പ്രോഫിറ്റിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ഇക്വിറ്റി ഡ്രോഡൗൺ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും $2,271. അപ്പോൾ അത്രത്തോളം ലോസ് പോയോ എന്ന് നിങ്ങൾക്ക് ഒരു സംശയം വരും. അത്രത്തോളം ലോസ് പോയതല്ല. ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും നമുക്കിത് പ്രോഫിറ്റായി അറൗണ്ട് ഒരു $1,737 വരെ പ്രോഫിറ്റ് വന്നിരുന്നു. അവിടുന്ന് വന്ന ഈ ഫോള് മാക്സിമം ഇവിടം വരെ വന്ന ഈ ഫോളാണ് ഈ $2,271 എന്ന് പറയുന്നത്. ശരിക്കും നമുക്ക് ഈ ഒരു മന്ത് താഴോട്ട് പോയേക്കുന്നത് $416 വരെ താഴോട്ട് പോയിട്ടുണ്ട്. ഓക്കെ, ബട്ട് അവിടുന്ന് വീണ്ടും കയറി വന്ന് ഇപ്പോൾ നമുക്ക് നിലവിൽ ലാസ്റ്റ് മന്ത് എൻഡ് ആയപ്പോഴത്തേനും $269 പ്രോഫിറ്റിലാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മൾ കൺസിസ്റ്റൻ്റ് ആയി ഈ ഒരു ഇൻഡിക്കേറ്റർ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ടും ആവറേജ് ഒരു പ്രോഫിറ്റിലെത്തും. എപ്പോഴും ഒരു കൺസിസ്റ്റൻസിയാണ് ഈ പറഞ്ഞ പോലെ മാർക്കറ്റിൽ പ്രധാനം. അപ്പോൾ നമ്മളിതിനെ സ്റ്റിക്ക് ഓൺ ചെയ്ത് പ്രോപ്പറായിട്ട് ഇത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് പ്രോഫിറ്റിലോട്ട് എപ്പോഴും വരാനായിട്ട് പറ്റും. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ചോദിക്കുന്നുണ്ട് ഇതിലെ എല്ലാ ട്രേഡ്സും എടുക്കണോ, എല്ലാ ട്രേഡ്സും എടുത്താലല്ലേ ഇത് കിട്ടുള്ളൂ, അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇതിൽ കാണുന്ന ഡാറ്റ പ്രകാരമുള്ള റിട്ടേൺ നിങ്ങൾക്ക് കിട്ടുന്നതുണ്ടെങ്കിൽ എല്ലാ ട്രേഡ്സും എടുക്കേണ്ടതായിട്ടുണ്ട്. എല്ലാ ട്രേഡ്സും എടുത്താൽ മാത്രമേ ഉള്ളൂ ഇതിൽ കാണിക്കുന്ന റിട്ടേൺ കിട്ടുള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഒഴിവാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മോർണിംഗ് ടൈം വേണമെങ്കിൽ ഒഴിവാക്കാം. അതായത് ഒരു ഏഷ്യൻ സെഷൻ ഉണ്ടല്ലോ, ഏഷ്യൻ സെഷൻ എന്ന് പറയുമ്പോഴും നമ്മുടെ ഇന്ത്യൻ ടൈം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 10 മണിക്ക് മുമ്പ് വരെയുള്ള ട്രേഡ്സ് ഒക്കെ ഒഴിവാക്കിയാൽ കുറച്ചുകൂടെ വിൻ റേറ്റ് കിട്ടും. അതായത് കൂടുതലും നമ്മുടെ ഇൻഡിക്കേറ്ററിൽ ഒരു SLs കൂടുതലും കണ്ടുവരുന്ന സമയം എന്ന് പറയുന്നത് ഒരു വെളുപ്പിനെ ഇന്ത്യൻ ടൈമാണ് പറയുന്നത്. ഇന്ത്യൻ ടൈമിൽ ഒരു വെളുപ്പിനെ ഒരു 4 മണി മുതൽ ഒരു 10 മണി വരെയുള്ള ടൈമിലാണ് കൂടുതലും SLs കണ്ടേക്കുന്നത്. കാരണം ഈ പറയുന്ന പോലെ വലിയ വോൾട്ടാലിറ്റി ഒന്നും ഇല്ലാത്തൊരു ടൈമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു ടൈം ഒഴിവാക്കാം. ആ ഒരു ടൈം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഇന്ത്യൻ ടൈമിൽ രാത്രി മിഡ് നൈറ്റ് ഒരു 1 o'clock തൊട്ട് നിങ്ങൾക്ക് വെളുപ്പിനെ രാവിലെ ഒരു 10 മണി വരെയുള്ള സമയമൊക്കെ നിങ്ങൾക്ക് മാർക്കറ്റിൽ നിന്ന് മാറി നിന്നാലും ഇതിൽ അത്യാവശ്യം വിൻ റേറ്റ് കാണിക്കും. കാരണം ഇപ്പോൾ ഉള്ളതിനേക്കാൾ വിൻ റേറ്റ് കൂടത്തേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ നിങ്ങൾക്ക് ആ രീതിയിൽ ഇത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ബാക്കിയുള്ള എല്ലാ ടൈമിലെയും മാക്സിമം ഇൻഡിക്കേഷൻ വരുന്നതെല്ലാം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക എന്നാണ് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു ക്വാണ്ടിറ്റി എങ്ങനെയാണ് അലോട്ട് ചെയ്യേണ്ടതെന്ന് എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട്. അപ്പം അവിടെ എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് മിനിമം ക്വാണ്ടിറ്റി എടുക്കാൻ. മിനിമം ക്വാണ്ടിറ്റി ഇപ്പോൾ ഗോൾഡ് ആണെന്നുണ്ടെങ്കിൽ 0.01 എന്ന് പറയുന്ന ക്വാണ്ടിറ്റി എടുക്കാനായിട്ട് മിനിമം ഒരു $200 എങ്കിലും അക്കൗണ്ടിൽ കീപ്പ് ചെയ്യുക. $200 എങ്കിലും അക്കൗണ്ടിൽ കീപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കൊരു സേഫ് ആയിട്ട് ഈ ഇൻഡിക്കേറ്റർ ഫോളോ ചെയ്ത് പോകാനായിട്ട് പറ്റും. അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത മാസത്തെ അപ്ഡേറ്റുമായിട്ട് വീണ്ടും വരാം. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ DM ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ ഇൻഡിക്കേറ്റർ ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് 15 ദിവസത്തെ ട്രയലും ഉണ്ട്, 30 ദിവസത്തെ ട്രയലും ഉണ്ട്. നിങ്ങൾക്ക് ഇത് രണ്ടും യൂസ് ചെയ്ത് നോക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമ്മുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് DM ചെയ്താൽ മതി. താങ്ക് യു ഗൈസ്.